ഇന്ന് വിശുദ്ധ എവൻഗേലിയോനായിട്ട് വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അനന്തരം കർത്താവ് വേറെ 7 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിനെ വേലക്കാരയക്കേണ്ടതിനെ അപേക്ഷിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസം രാവിലെ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയുടെ അടുത്ത് വന്ന് അങ്ങേ ആരാധിപ്പാൻ, തിരുവചനം ശ്രദ്ധിപ്പാൻ, തിരുമേശിൽ പങ്കുകാരാകുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, സ്ഥിരമായ ആരാധനയിൽ പങ്കെടുക്കുകയും തിരുവചനം കേൾക്കുകയും തിരുമേശിൽ പങ്കുകാരാകുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷവും ക്രമീകരിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിൽ ഇരിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. യേശുമിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്നതിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ ഒരു വൈഡർ ശിഷ്യ സമൂഹത്തെ 70 പേരെ താൻ ചെല്ലുവാനുള്ള അല്ലെങ്കിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുന്നതാണ് നാം വായിച്ച വേദഭാഗം. കർത്താവ് അവരോട് പറയുന്നത്, ശുശ്രൂഷ വളരെയുണ്ട്, അല്ലെങ്കിൽ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, എന്നാൽ വേലക്കാരെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പല സ്ഥലത്തിലേക്ക് അയക്കുകയും തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് അവരെ സഹായിക്കുകയും ചെയ്യുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ യെരുശലേമിൽ, യഹൂദിയിൽ, ശമരിയിൽ, ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. ചുരുക്കി പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് കർത്താവിൻ്റെ സാക്ഷികളായി ലോകത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ സാക്ഷികളായ ലോകത്ത് നിലനിൽക്കുമ്പോഴാണ് ഈ സാക്ഷ്യം കേട്ട്, സാക്ഷ്യം കണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നതിനും കർത്താവിൽ ആശ്രയിക്കുന്നതിനും മറ്റുള്ളവർക്ക് ഇടയായിത്തീരുന്നത്. ശിഷ്യന്മാർ കർത്താവിൻ്റെ ഈ വാക്ക് കേട്ട് പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ടു. അവിടെയെല്ലാം അവർ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചു ആരാധനാ സമൂഹങ്ങളായിത്തീർന്നു. ഇന്ന് നമ്മൾ ഇടവക ദിന സ്വസ്ത്ര ശുശ്രൂഷ ആരാധനയിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ മാർത്തോമാ ശ്ലീഹായെ മലങ്കരയിലേക്ക് അയച്ചതുകൊണ്ട് ഇവിടെ നമുക്ക് കർത്താവിനെ അറിയുന്നതിനും കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നതിനും ദൈവം ഇടയാക്കി. എന്നാൽ എന്തിനാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥാനത്ത് കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദൗത്യത്തിന് വാഹകരായി തീരുന്നതിന് വേണ്ടിയാണ്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ, തന്നിൽ വിശ്വസിച്ചവരെ, തൻ്റെ കൂടെ യാത്ര ചെയ്തവരെ ഓരോ ജനസമൂഹത്തിലേക്ക് അയക്കുകയാണ്. എന്താണ് ഉദ്ദേശം? തൻ്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷി നിൽക്കുക, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി
ജനത്തെ ഒരുക്കുക. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം? പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അയക്കുന്നത്? ലോകത്തിൽ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു. വളരെ സങ്കീർണമായ ലോക സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ നിർമ്മലതയോടെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ സുവിശേഷത്തിന് സാക്ഷികളായി നിലനിൽക്കുന്നതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. യാത്രയ്ക്കുള്ള കാര്യങ്ങളെക്കുറിച്ച്, ക്രമീകരണങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ലളിതമായി, ഏറ്റവും കുറഞ്ഞ ചെലവിൽ തങ്ങളുടെ സുരക്ഷിതത്വത്തെ ഓർക്കാതെ ദൈവം ആക്കി വച്ചിരിക്കുന്നിടത്ത് ആയിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോകുന്നതിനെക്കുറിച്ചും ഓരോ സ്ഥലത്ത് താമസിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിൻ്റെയും പ്രധാന സാക്ഷ്യം ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് ഘോഷിക്കുക. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഓരോരുത്തരെയും വിളിച്ചടുപ്പിക്കുക. എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്? കർത്താവ് ഇവിടെ പറയുന്നു. കർത്താവ് ഒരു 70 പേരുള്ളപ്പോൾ 70 സ്ഥലത്ത് അയക്കാമായിരുന്നല്ലോ. എന്നാൽ ഈ 2 പേരെ പകുതി സ്ഥലത്തേക്ക് അയക്കാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാണ് കർത്താവ് 2 പേരെയായിട്ട് അയക്കുന്നത്? കർത്താവിൻ്റെ ശുശ്രൂഷ എപ്പോഴും കൂട്ടായ്മയിലാണ് നിലനിൽക്കുന്നത്, ഒരുമിച്ചുള്ള ശുശ്രൂഷയിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും ശരി, എൻ്റെ ഇഷ്ടം പോലെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്, ഞാനാണ് പ്രധാനി. ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ അവസരം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കർത്താവിനോട് കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നതിന് കർത്താവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. ഇടവക ദിന ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിച്ചു. ഒരു ചെറിയ കൂട്ടമായിരുന്നപ്പോൾ കർത്താവ് നമ്മളെ കരുതി. വലിയ കൂട്ടമായപ്പോഴും കർത്താവിൻ ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതിനെ നമുക്കിടയാക്കി തീർക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഭരണഘടനയിൽ പ്രത്യേകമായി വിവക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രാർത്ഥനാ കൂട്ടങ്ങൾ. എന്തിനാണത്? ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി കൂട്ടായ്മ ആചരിച്ച് കർത്താവിന് സാക്ഷികളായി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. എപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്? ഞാൻ മാത്രമാണ്, എൻ്റെ ചിന്തയാണ്, ഞാൻ ആഗ്രഹിക്കുന്നതാണ് നടക്കേണ്ടത് എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിക്കുമ്പോൾ അത് ഈ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിന്ന് നമ്മളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കോഓപ്പറേഷനാണ്, പരസ്പരം വരുന്ന ബന്ധമാണ്. ആദിമ സഭയെക്കുറിച്ച് പറയുന്നത്, എല്ലാവരും ഒരുമിച്ച് വന്നു, ഒരുമിച്ച് അപ്പം നുറുക്കി, ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു, തങ്ങൾക്കുള്ളത് പൊതുവക എന്ന് അവർ എണ്ണി. സ്വന്തം കാര്യം നോക്കുന്നതിനേക്കാൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ആദിമസഭ വളരുന്നതിനെ ലോകം അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ഇവർ ക്രിസ്തുവിന് അനുയായികളാണ്, ക്രിസ്ത്യാനികളാണ്, ഇവരിതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നിരിക്കുന്നു. കർത്താൽ പ്രിയരെ, ഒരു ഇടവകയായി ഈ പ്രദേശത്ത് നമ്മളെ ദൈവമാക്കിയിരിക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോയി സുവിശേഷം അറിയിക്കുന്നതിനുള്ളൊരു ദൗത്യം നമുക്കുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ സാക്ഷികളായി നിലനിൽപ്പാൻ, ലോകം നമ്മെ കാണുമ്പോൾ കർത്താവിൻ്റെ സാക്ഷികളാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയുമോ?
കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ നാളുകളിലെല്ലാം നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കർത്താവ് യാത്ര ചെയ്യുന്നു, കർത്താവിനോട് കൂടെ ഒരു വലിയ സമൂഹം യാത്ര ചെയ്യുന്നുണ്ട്. ഈ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കർത്താവിനെ ശരിയായി മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണുന്നതിന് തടസ്സമായി നിന്നിട്ടുള്ളവർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ സ്വന്തം എന്ന് കരുതി യാത്ര ചെയ്തവരാണ് പലപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത്. അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്ന അത്ര നല്ലതല്ല. അവർ ഗുരുവിൻ്റെ സുരക്ഷിതയും വിശ്രമമൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയായിരിക്കാം പറഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ ഹിതം കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരണമെന്നായിരുന്നു. സക്കായി കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ച ആളാണ്. എന്നാൽ ഉയരം കുറഞ്ഞതുകൊണ്ട് കാണാൻ പറ്റിയില്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉയരം കുറഞ്ഞ ആളെ മുന്നിൽ നിർത്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വളരെ സൗകര്യമായിട്ട് കാണാമായിരുന്നല്ലോ. എന്നാൽ വലിയൊരു ജനക്കൂട്ടം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവന് കാട്ടത്തിയുടെ മേളിൽ കയറി ഇരിക്കേണ്ടി വന്നു കർത്താവിനെ കാണുവാൻ. ഒരു വലിയ സമൂഹം കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുകയാണ് ഒരു വീട്ടിൽ, കഫർന്നഹൂമിലെ വീട്ടിൽ വെച്ച്. വാതിക്കൽ പോലും ഇടമില്ലാത്ത വിധം ആളുകളുണ്ട്. കർത്താവിൻ്റെ കൂടെയാണ് യാത്ര. എന്നാൽ ആ സമയത്താണ് 4 പേർ ഒരു പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനിടയാകുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരുവാൻ ഈ മേൽപ്പുരയൊക്കെ പൊളിച്ച് തുറന്ന് ഇറക്കി വെക്കേണ്ടി വരുന്നത്? ഒരു മനുഷ്യനും തോന്നിയില്ല ഈ വഴിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. കർത്താവ് പ്രീതേ, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിത സാക്ഷ്യം കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതോ അതോ കർത്താവിനെ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുന്നതോ? നമ്മുടെ കൂട്ടായ്മ ജീവിതം, നമ്മുടെ ജീവിത ശൈലി, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആളുകൾ പല സ്ഥലത്ത് പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് കൂട്ടായ്മകളും ഇടവകകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായി. എന്നാൽ അതേ സാക്ഷ്യം ഇന്ന് നിലനിർത്തുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഒരു നവീകരണ സഭയായിരുന്നപ്പോൾ നവീകരണത്തിൻ്റെ ആരംഭകാലത്ത് നമ്മളെ നോക്കി മറ്റുള്ളവർ പറയുമായിരുന്നു, അവൻ നവീകരണക്കാരാണ്, മർത്തോമക്കാരനാണ്, അവൻ കള്ളം പറയുകയില്ല, മദ്യപിക്കുകയില്ല, മറ്റുള്ളവരെ ദോഷമായി ഒന്നും ചെയ്യുകയില്ല. അതേ സാക്ഷ്യം നമ്മളെക്കുറിച്ച് ഇപ്പോൾ മറ്റുള്ളവർക്ക് പറയുന്നതിന് സാധിക്കുമോ? സുവിശേഷ വേല അതിൻ്റെ ലാക്കും ലക്ഷ്യവുമായി സ്വീകരിക്കുന്ന സഭ, സുവിശേഷ വിഹിത സഭ, ഓപ്പൺ ബൈബിളാണ് ഞങ്ങളുടെ നവീകരണത്തിൻ്റെ കാതലായ തത്വമെന്ന് വീക്ഷിക്കുന്ന നമ്മൾ സഭ. ഇതിൽ നിന്ന് ഈ സുവിശേഷ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് സാധിക്കുന്നുണ്ടോ? ഒരു ഇടവക ദിനത്തിൻ്റെ ഒരു ദിവസത്തേക്ക് കൂടെ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ബാഹ്യ കേരള സുവിശേഷ വേലയെക്കുറിച്ച് ഓർക്കുന്ന ദിവസത്തിൽ നമ്മുടെ ജീവിതം സുവിശേഷ വേലയായി തീരുന്നുണ്ടോ? നമ്മുടെ ജീവിതം കർത്താവെ മറ്റുള്ളവരെ കർത്താവിൽ നിന്ന് മറയ്ക്കുന്നതിനല്ല, അങ്ങയെ കാണിച്ചു കൊടുക്കുന്നതിനെ. യോഹന്നാൻ പറഞ്ഞതുപോലെ അവന് വളരണം, ഞാനോ കുറയണം. കർത്താവിൻ്റെ ലക്ഷ്യം, സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
അതിനെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ.